സർ, ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇറാൻ ഒരു ആണവായുധ രാജ്യമാകരുത് എന്ന ആഗ്രഹം അമേരിക്കയ്ക്ക് മാത്രമല്ല ധാരാളം രാജ്യങ്ങൾക്കുമുണ്ട്, ഇന്ത്യക്കും ഉണ്ട്. കാരണം ഈ ഭാഗത്ത് ഒരു പുതിയ ആണവ ശക്തി വരിക എന്നുള്ളത് അവിടുത്തെ സ്റ്റെബിലിറ്റിക്ക് ഒരു തരത്തിലും സഹായമാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബോംബിംഗ് കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുന്നുവെങ്കിലും അവരുടെ കപ്പാസിറ്റി മുഴുവനായിട്ട് പോയിട്ടില്ല. അവരത് തുടരാനാണ് സാധ്യത. അതിനെ എല്ലാ രാജ്യങ്ങളും തന്നെ എതിർക്കും. അറ്റോമിക് എനർജി ഏജൻസി അതിനെ എതിർക്കുകയാണ്. അതുകൊണ്ട് ഈ ബോംബിംഗ് കൊണ്ട് തീരുന്നില്ല. ഇവരിനിയിപ്പം 4 കൊല്ലം 5 കൊല്ലം കൊണ്ട് അതേ കേപ്പബിലിറ്റി തന്നെ അവർ ബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ ബോംബ് ചെയ്തത് വളരെ പ്രധാനമായ സ്റ്റേഷനുകളിലാണെങ്കിൽ പോലും ഇറാൻ പറയുന്നവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ അത് പക്ഷേ മനഃപൂർവ്വം പറയുന്നതായിരിക്കും. നഷ്ടമുണ്ടായാൽ പ്രതികരിക്കണമല്ലോ. അപ്പോൾ നഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നു, നമുക്കിനി ചർച്ച ചെയ്യാം എന്നുള്ളൊരു മട്ടിലാണ് ഇറാൻ തുടരുന്നത്. പക്ഷേ അവരവരുടെ 2000 തുടങ്ങിയതാണിത്. ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല. സർ, മധ്യേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നുണ്ടോ? ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതെ, ഇപ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തന്നെ 64 പേരെ വധിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സിറ്റുവേഷനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ പുതിയ പ്രപ്പോസലുകൾ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കാനാവുകയുള്ളൂ. സർ, ഖത്തറിനോട് ഇസ്രായേൽ മാപ്പ് പറഞ്ഞതിനെ സാർ എങ്ങനെ നോക്കിക്കാണും? അത് തീർച്ചയായും വേണ്ടതായിരുന്നു. കാരണം അത് നമുക്കെല്ലാം അറിയാവുന്നത് ഖത്തറിനെതിരായിട്ടുള്ള ആക്രമണമായിരുന്നില്ല എന്നത്. പക്ഷെ അതിലൊരു മോറൽ ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ഹമാസ് നേതാക്കന്മാർ ഖത്തറിൽ എവിടെ ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേലിന് അറിയാൻ കഴിഞ്ഞത് അവർ സമാധാനത്തിന് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവർ ഏത് ഹോട്ടലിലാണെന്നൊക്കെ അവർക്ക് അറിയാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ സമാധാന ദൂതിനെ പറ്റിയുള്ള അറിവ് മനസ്സിലാക്കിക്കൊണ്ട് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ടാണ് ഖത്തറും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമെല്ലാം വളരെ ശക്തമായി അതിനെ എതിർക്കുന്നത്. ആദ്യമായാണ് ഇസ്രായേൽ ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അതിൽ അവർ അപ്പോളജൈസ് ചെയ്യുകയോ നഷ്ടപരിഹാരം നൽകുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഗാസയിൽ ട്രംപിന്റെ പദ്ധതി നടപ്പിൽ വരുത്തുമോ അതോ ഗാസയിലുള്ളവർക്ക് സമാധാന ജീവിതം കിട്ടുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ഇത് അംഗീകരിച്ചാൽ തന്നെയും പാലസ്തീനിയൻസിനെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സമാധാനത്തിലേക്ക് നീങ്ങുകയില്ല. അതുകൊണ്ടാണ് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയുകയില്ല എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു കൺസെഷൻ എന്ന് പറയുന്നത് ഇതിനെ ഒരു റിസോർട്ടാക്കി എല്ലാ പാലസ്തീനിയൻസിനും പുറത്താക്കുന്നത് മാറിയിട്ട് സമാധാനപരമായി ഹമാസിൻ്റെ യുദ്ധം അവസാനിപ്പിക്കുകയും പാലസ്തീൻകാർക്ക് അവിടെ ജീവിക്കാനുള്ള അവസരം നൽകുകയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 2 സ്റ്റേറ്റ് ആകണം എന്നുള്ള ഒറിജിനൽ പ്രപ്പോസൽ ഇപ്പോഴാരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അതാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പാലസ്തീൻ ഒരു രാജ്യമാവുക. ധാരാളം വെസ്റ്റേൺ രാജ്യങ്ങൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് ഈയിടെ. അതും ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ UK ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ഒക്കെ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യം പാലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാം അംഗീകരിച്ചതോടുകൂടി ലോകത്തെ ഒരു മജോറിറ്റി ആളുകളും പാലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്.